നമസ്കാരം. സ്ത്രീ സംരക്ഷണം ലക്ഷ്യമിട്ട് ബഹുഭാര്യത്വ നിരോധന ബിൽ പാസാക്കി അസം സർക്കാർ. രാജ്യത്തെ ബഹുഭാര്യത്വത്തിന് എതിരായ ഏറ്റവും കർശനമായ നിയമ ചട്ടക്കൂടുകളിൽ ഒന്നാണ് ഇപ്പോൾ അസം സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതോടെ ഉത്തരാഖണ്ഡിന് പിന്നാലെ ബഹുഭാര്യത്വം ക്രിമിനൽ കുറ്റമാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് അസം. പുതിയ നിയമപ്രകാരം ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് 7 വർഷം വരെ കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കുറ്റകൃത്യം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാകും. നിലവിലെ വിവാഹം മറച്ചു വച്ചാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ 10 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇത്തരം വിവാഹത്തിന് കൂട്ടുനിൽക്കുന്നവർക്കും നല്ല ശിക്ഷയുണ്ട്. ഖാസിമാർ, ഗ്രാമമുഖ്യന്മാർ, മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവർക്കും 2 വർഷം വരെ തടവ് ലഭിക്കും. ശിക്ഷിക്കപ്പെട്ടവർക്ക് സർക്കാർ ജോലിക്കോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ യാതൊരു തരത്തിലും അർഹതയുണ്ടാകില്ല. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും കഴിയില്ല. എന്നാൽ ഗോത്രവർഗങ്ങൾ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ബഹുഭാര്യത്വം നിയമപരമായി വെച്ച് അനുഭവിക്കുന്ന മതവിഭാഗങ്ങൾ ഭാരതത്തിലുണ്ട്. അത് അവരുടെ ഒരു അവകാശമാണ് എന്ന രീതിയിലാണ് അവർ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന നിലയിലാണ് അവർ വച്ച് അനുഭവിച്ചു പോകുന്നത്. പക്ഷേ ഇത്തരം ഒരു അവകാശം മറ്റൊരു ലിംഗത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് എന്നതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നതേയില്ല. മതത്തിൻ്റെ മുകൾ തട്ടിലുള്ളവർക്ക്, അവരുടെ നേതാക്കൾക്ക് ഇത് എന്തിനാണ്, ഇതിനെ മറ്റൊരു രീതിയിൽ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ബഹുഭാര്യത്വത്തിൽ നിന്ന് തങ്ങളുടെ മത അനുയായികളെ മാറ്റി നിർത്തണമെന്നുള്ള ബോധ്യം അവർക്ക് ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. ഇത്തരം കാർക്കശ്യം, കഠിനമായിട്ടുള്ള ഒരുപക്ഷെ ശിക്ഷ എന്ന് പറയാം. മറ്റൊരു സമൂഹം, മറ്റൊരു ലിംഗം അവരിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം, അവർക്കിടയിൽ ജനിച്ചു എന്നതിൻ്റെ മാത്രം വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ശോഷണമാണ്, സ്വാതന്ത്ര്യമില്ലായ്മയാണ് അവർ അവിടെ അനുഭവിച്ചു പോകുന്നത്. പക്ഷേ മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾക്കെതിരെ ചില പ്രസ്ഥാനങ്ങൾ, ചില പാർട്ടികളൊക്കെ സമരം നടത്തിയാൽ അതിനൊപ്പം കൂടാനും, അതിലെ ഏറ്റവും എന്താ പറയുക, അവരുടെ ഏറ്റവും അവകാശമില്ലായ്മ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ, അവകാശമില്ലായ്മയുടെ ഭാഗമായ ശിരോവസ്ത്രം ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് തന്നെ അവർക്ക് അത്തരം സമരങ്ങളിൽ പങ്കെടുക്കുവാനും ചില ആൾക്കാർക്കെങ്കിലും മടിയുമില്ല. ഇത് പലപ്പോഴും പുരുഷൻ്റെ അവകാശമായിട്ടാണ് അവർ കണക്കാക്കുന്നത്, അവർ പറയുന്നത്. കാരണം പുരുഷൻ അവിടെ സർവാധികാരിയാണ്. വിശ്വാസവുമായോ ആചാരവുമായോ ഇതിന് യാതൊരു ബന്ധമില്ലെങ്കിലും അതിലൊക്കെ തൊടാൻ ശ്രമിക്കുന്ന പക്ഷം വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കാരണം ന്യൂനപക്ഷ ധ്വംസനമാണ് എന്ന രീതിയിലാണ് അവർ പലപ്പോഴും അതിനൊരു പരിചയാക്കി, ഒരു മറയാക്കി വെച്ചുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ നേരിടുന്നത്. അതിന് ശക്തമായ പിന്തുണയാണ് കോൺഗ്രസ് നിന്നും ഇടതുപക്ഷത്തു നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്നത്. ഇത്തരം അവകാശങ്ങളെ, മറ്റൊരു ജെൻഡറിനെ ഈ രീതിയിൽ മാറ്റി നിർത്താൻ, ഈ രീതിയിൽ അവരെ ഒരു രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുവാനുള്ള അവകാശം അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്കെതിരെ വളരെ കർശനമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എഴുതാം, അസം സർക്കാർ ബഹുഭാര്യത്വത്തിന് എതിരായിട്ടുള്ള ബിൽ പാസ്സാക്കിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.